ഗുഡ് ഈവനിങ് ചിൽഡ്രൻ. നമ്മൾ കഴിഞ്ഞ ദിവസം എടുത്ത് നിർത്തിയത് സീൻ 4-ൻ്റെ ലാസ്റ്റ് വരെയായിരുന്നു. സോ നമ്മൾ കണ്ടു ബിഗ് ഇൻഡസ്ട്രിയലിസ്റ്റ് ദീക്ഷിത് ഈസ് ഗോയിങ് ടു ബിൽഡ് ബിഗ് 5-star hotel on Dharmagiri, ആൻഡ് സാഗർ അയാളുടെ കൺസ്ട്രക്ഷൻ സാഗറിനെയാണ് അവരവരുടെ കൺസ്ട്രക്ഷൻ ഏൽപ്പിച്ചിരിക്കുന്നത്. അപ്പോൾ സാഗറിൻ്റെ ആളുകൾ അടുത്ത ദിവസം വരും എന്നുള്ളത് തീരുമാനമായി. അപ്പോൾ ഗ്രാമീണർ എല്ലാവരും കൂടി ആലോചിച്ച് കഴിഞ്ഞിട്ട് അവർ പറഞ്ഞു, ഇത് ഇവിടെ ധർമ്മഗിരി മൗണ്ടൻ്റെ മേളിൽ ഒരു കൺസ്ട്രക്ഷൻ വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അത് ഡേഞ്ചറസ് ആണെന്ന് മീറ്റിങ്ങിൻ്റെ ഇടയ്ക്ക് ശാസ്ത്രി പറയുന്നുണ്ട്. അപ്പോൾ എന്താണ് ഡേഞ്ചറസ് എന്ന് നാരായണനും മറ്റുള്ളവരും ചോദിക്കുമ്പോൾ ശാസ്ത്രി അതിന് പറയുന്ന മറുപടി, ആകെ നമ്മളുടെ ഇവിടെ ഉള്ള ഒരേ ഒരു കൺസ്ട്രക്ഷൻ എന്ന് പറയുന്നത് ടെമ്പിളാണ്. ആ ടെമ്പിൾ അല്ലാതെ ഒരു കൺസ്ട്രക്ഷൻ, ആ ടെമ്പിൾ തന്നെ ഒരു ടെമ്പിള് 300 years എഗോയ്ക്ക് മുൻപ് 300 വർഷത്തിന് മുൻപ് നിർമ്മിച്ചതാണ്. അതൊരു 30 feet ആണ് അതിൻ്റെ പൊക്കം എന്ന് പറയുന്നത്. അതിൽ ബിഗറായിട്ട് നിർമ്മിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇറ്റ് വുഡ് ബി ഡേഞ്ചറസ് ടു ഡിഗ് ടു ഡീപ്പ് ഫോർ ഫൗണ്ടേഷൻ. അതിന് വേണ്ടി ആ 30 feet എബവ് ആയിട്ടൊരു കൺസ്ട്രക്ഷൻ വന്നു കഴിഞ്ഞാൽ അവിടെ പ്രശ്നങ്ങളുണ്ടാവും, അവിടെ ലാൻഡ് സ്ലൈഡ് ഉണ്ടാവും. അതുകൊണ്ടാണ് എന്ത് ചെയ്തിരിക്കുന്നത്, ലാൻഡ് സ്ലൈഡ് ഉണ്ടാവാനുള്ള സാധ്യത ഉള്ളതുകൊണ്ടാണ് അതവിടെ സ്റ്റോപ്പ് ചെയ്ത് വെച്ചിരിക്കുന്നത്. അതുകൊണ്ടാണ് അത് കഴിഞ്ഞൊരു കൺസ്ട്രക്ഷൻ പോലും അവിടെ വരാത്തത്. അപ്പോൾ അവർക്ക് മനസ്സിലായി ഈ 5-star ഹോട്ടൽ അവിടെ വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അവരുടെ ലൈഫിന് തന്നെ ഒരു ഡേഞ്ചറാണെന്ന് മനസ്സിലാക്കുകയാണ് അവർ. അങ്ങനെ അവരത് തടയാൻ തീരുമാനിക്കുന്നു. ദെൻ ഗ്രാൻഡ് മദർ ആസ് നാരായൺ ടു ആസ് ദ ചിൽഡ്രൻ ആസ് our Narayan is school headmaster ആണ്. So grandmother is asking Narayan to ask some suggestion to the childrenോട് കുറച്ച് സജഷൻസ് ചോദിക്കാൻ പറയണം. അവരുടെ ഉള്ളിലേക്ക് ഐഡിയാസ് ഫോഴ്സ്ഫുള്ളി ഇടാതെ അവരോട് ഫ്രഷ് ഐഡിയാസ് ചോദിക്കാൻ പറയണം. കാരണം ഇനി നെക്സ്റ്റ് ജനറേഷൻ എന്ന് പറയുന്നത് അവരുടെ ജനറേഷനാണ്. സോ ഇറ്റ്സ് ദെയർ റെസ്പോൺസിബിലിറ്റി ടു പ്രൊട്ടക്ട് ദ നേച്ചർ. സോ അതുകൊണ്ട് തന്നെ അവരോട് ഐഡിയാസ് ചോദിക്കാനായിട്ട് ഗ്രാൻഡ് മദർ പറയുകയാണ്. അപ്പോൾ അതിന് വേണ്ടി ഗ്രാൻഡ് മദറും നാരായണനും തമ്മിലൊരു ഡിസ്കഷൻ നടക്കുന്നുണ്ട്. അതാണ് നമ്മൾ സീൻ 4-ൽ കണ്ടത്. അപ്പോൾ നാരായൺ ഗ്രാൻഡ് മദറിൻ്റെ അടുത്ത് നാരായൺ കുട്ടികളോട് ആ സജഷൻ ചോദിക്കുന്നുണ്ട്. ആ സജഷൻ ചോദിച്ചതിന് ശേഷം കുട്ടികളുടെ റെസ്പോൺസ് നമ്മളോട് പറയുന്നുണ്ട്. എന്താണ് അവർ തീരുമാനിച്ചത്? കുട്ടികൾ അത് വളരെ സീരിയസ് ആയിട്ട് എടുത്തു. അവർക്കിവിടെ ഒരു ഹോട്ടൽ വേണ്ട. They don't want a hotel on Dharmagiri, and if it ruined their village, they didn't need such a hotel. And grandmother അതിന് പറയണ, I was expecting that the children will surely say like that. കാരണം എനിക്കറിയാം കുട്ടികൾ they are wise, so they will അവരങ്ങനെ റെസ്പോണ്ട് ചെയ്യുള്ളൂ എന്നെനിക്ക് അറിയായിരുന്നു എന്നാണ് ഗ്രാൻഡ് മദർ പറയുന്നത്. അങ്ങനെ കുട്ടികൾ എന്ത് ചെയ്യാൻ തീരുമാനിച്ചു? അവരൊരു പൊസിഷൻ നടത്താൻ തീരുമാനിക്കണം. അവരൊരു പ്രൊട്ടസ്റ്റ്, വളരെ പീസ്ഫുൾ ആയിട്ടുള്ളൊരു പ്രൊട്ടസ്റ്റ് നടത്താൻ തീരുമാനിച്ചു. അതോടൊപ്പം തന്നെ ദീക്ഷിത് പിറ്റേ ദിവസം ആ പുതിയ കൺസ്ട്രക്ഷന് വേണ്ടിയിട്ട് തറക്കല്ലിടാനായിട്ട് അവിടെ വരുന്നുണ്ട്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ അടുത്ത് അദ്ദേഹത്തിന് മുൻപിലൂടെ വളരെ പീസ്ഫുള്ളായിട്ടുള്ളൊരു പ്രൊട്ടസ്റ്റ് നടത്താനായിട്ട് കുട്ടികൾ തീരുമാനിച്ചു, അല്ലേ? Mr. Dikshit is arriving tomorrow. They will start the laying foundation, and we will stage a peaceful protest and submit a petition. And we will submit a petition. ഒരു പെറ്റീഷൻ ഫയൽ ചെയ്യാനായിട്ട് അവർ തീരുമാനിക്കുകയാണ്. ഗ്രാൻഡ് മദർ ഗുഡ് ലക്ക്. അപ്പോൾ ഗ്രാൻഡ് മദർ അവർക്ക് ഗുഡ് ലക്കൊക്കെ വിഷ് ചെയ്യണം. ഇനി സീൻ 5-ലേക്ക് കിടക്കുകയാണ്. ദിസ് ഈസ് ദ ലാസ്റ്റ് സീൻ. ഇവിടെ മൊത്തം നമ്മളുടെ സ്റ്റേജ് സെറ്റിംഗ് മൊത്തം മാറുന്നുണ്ട്. കാരണം ഇതുവരെയുള്ള സ്റ്റേജ് സെറ്റിങ്ങിൽ നിന്ന് ടോട്ടലി ഡിഫറെൻ്റ്. നമ്മൾ കഴിഞ്ഞ സീനിൽ നമ്മൾ കണ്ടിരുന്നു ഗ്രാൻഡ് മദർ ഇവിടെ കുട്ടികളെ കാണിച്ചില്ല. കഴിഞ്ഞ സീനിൽ കുട്ടികൾ ഇൻവോൾവ് ആയിരുന്നെങ്കിൽ പോലും കുട്ടികളെ കാണിക്കുന്നതിന് പകരം ചെയ്ത ഒരു ടെക്നിക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, സ്റ്റേജ് സെറ്റിങ്ങിൽ ചെയ്തൊരു ടെക്നിക്ക് നമ്മൾ കണ്ടതാണ്. രണ്ട് സൈഡിൽ നിന്നാണ് ഗ്രാൻഡ് മദറും നാരായണനും വന്നത്. എന്നിട്ട്
നാരായൺ കുട്ടികളോട് ചോദിക്കാൻ വേണ്ടി സ്റ്റേജിൽ നിന്ന് ലീവ് ചെയ്യുന്നുണ്ട്. എന്നിട്ട് ഒരു ചെറിയ ബ്രേക്ക് എടുത്തിട്ട് വീണ്ടും തിരിച്ചു വന്ന് ഗ്രാൻഡ് മദറും നാരായണനും കൂടി സംസാരിക്കുന്നതായിട്ടാണ് കാണിക്കുന്നത്. ആ സമയത്ത് കുട്ടികളോട് സംസാരിച്ചതിന് ശേഷമാണ് നാരായൺ വീണ്ടും എന്താ ഗ്രാൻഡ് മദറിനെ കാണുന്നത് എന്നുള്ള രീതിയിലാണ് പിന്നീട് കാണിക്കുന്നത്. അപ്പോൾ അവിടെ കുട്ടികളെ കാണിച്ചിരുന്നില്ല. പക്ഷേ ഇത് ലാസ്റ്റ് സീനിൽ കുട്ടികൾ വരുന്നൊരു സീൻ തന്നെയാണ്. അവിടെ വീണ്ടും സീൻ 5 കുട്ടികൾ റിയലായിട്ട് അപ്പിയർ ആവുന്നുണ്ട്. അതുപോലെ തന്നെ മൗണ്ടൻ്റെ ഒരു വ്യൂവും കൂടി കാണിക്കുന്നുണ്ട്. അപ്പോൾ നോക്കാം നമുക്ക് എന്താണ് അവിടെ കാണിച്ചതെന്ന്. കർട്ടൻ റൈസസ് ബാക്ക്ഡ്രോപ്പ് ഓഫ് മൗണ്ടൻ, എ സ്ട്രീം ആൻഡ് ട്രീസ്, ഇതെല്ലാം കാണിക്കുന്നുണ്ട്. ആ കർട്ടനിൽ മൗണ്ടൻ ഉണ്ട്, അതുപോലെ ഒരു അരുവി ഒഴുകുന്നതായി കാണിക്കുന്നു, ട്രീസ് ഉണ്ട് അവിടെ ഇതിൻ്റെയൊക്കെ ഫ്രണ്ടിലായിട്ട്. ഇത് ബാക്ക് കർട്ടൻ ആയിട്ടാണ് ഈ പറഞ്ഞതെല്ലാനും നമ്മൾ കാണുന്നത്. ഒരു മൗണ്ടനും സ്ട്രീം ഒഴുകുന്ന ഒരു അരുവിയും ട്രീസും ഒക്കെ ബാക്ക് കർട്ടനിൽ അവർ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്. ദെൻ അതിൻ്റെ ഫ്രണ്ടിലായിട്ട് നമ്മൾ കാണുന്നത് ദീക്ഷിത് ഇരിക്കുന്നു. ആൻഡ് ദീക്ഷിത് ഓൺ എ ചെയർ ആൻഡ് ഓൺ ദ വൺ സൈഡ് ഓഫ് ദി സ്റ്റേജ് ആൻഡ് സാഗർ ഈസ് ഓൺ ദ അതർ സൈഡ്. സാഗർ അടുത്ത സൈഡിൽ നമുക്ക് സാഗറിനെ കാണാം അവിടെ. ആൻഡ് സൗണ്ട് ഓഫ് ലോറീസ്, അപ്പോൾ അവിടെ ബാക്ക്ഗ്രൗണ്ടിൽ വലിയ ശബ്ദങ്ങൾ കൊടുത്തിരിക്കുകയാണ്. എന്തിൻ്റെ ശബ്ദങ്ങളാണ്? സൗണ്ട് ഓഫ് ലോറീസിൻ്റെ ഡ്രില്ലിംഗ് മെഷീൻ്റെയും ഹാമറിങ്ങിൻ്റെ ഒക്കെ ശബ്ദം കൊടുത്തിരിക്കുകയാണ്. എന്താണ് അത് ഇൻഡിക്കേറ്റ് ചെയ്യുന്നത്? അപ്പോൾ അവർ ഓൾറെഡി ഫൗണ്ടേഷൻ ലേ ചെയ്ത് പണികൾ തുടങ്ങി എന്നുള്ളത് സിഗ്നിഫൈ ചെയ്യാനാണ് അവിടെ നമ്മളോട് പറഞ്ഞിരുന്നു. സാഗർ പിറ്റേ ദിവസം വണ്ടികൾ വരും, ഇവിടെ പണിക്കാർ വരും, സ്ലംസ് ഫോം ചെയ്യും എന്നൊക്കെ പറഞ്ഞിരുന്നു. സോ ദാറ്റ് റിയലി ഹാപ്പൻഡ് എന്ന് സിഗ്നിഫൈ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ആ ബാക്ക്ഗ്രൗണ്ടിൽ ഈ വോയിസസ് കൊടുത്തിരിക്കുന്നത്. ദ ചിൽഡ്രൻ ഇൻ ദ ഫ്രണ്ട് റോ ഡിസ്പ്ലേ എ ബാനർ. അപ്പോൾ അവിടെ ഒരു പൊസിഷൻ ഓഫ് ചിൽഡ്രൻ ആർ കമ്മിങ്. They are coming with adults. The position of children and adults enters from the opposite side. അപ്പോൾ കുട്ടികളുടെ ഒരു പൊസിഷൻ വന്നു, അതിൻ്റെ ഓപ്പോസിറ്റ് സൈഡിൽ നിന്ന് അഡൾട്ടും കൂടി വരുന്നതായിട്ട് നമ്മൾ കാണിക്കുകയാണ്. സോ എ പൊസിഷൻ ഓഫ് ചിൽഡ്രൻ ആൻഡ് ഒരു കുട്ടികളുടെ സമാധാനപരമായ ഒരു പൊസിഷൻ, ഒരു ജാഥ വരികയാണ്. അതിൻ്റെ ഓപ്പോസിറ്റായിട്ട് അഡൾട്ട്സ് എൻ്റർ ചെയ്യുന്നുണ്ട്. ആൻഡ് ദ ചിൽഡ്രൻ ഇൻ ഫ്രണ്ട് റോ ഡിസ്പ്ലേ എ ബാനർ. അപ്പോൾ അവരുടെ കയ്യിൽ ഒരു ബാനർ ഉണ്ട്. ആ ബാനറിൽ എഴുതിയിരിക്കുന്ന ഇതാണ്, ലിസൺ ടു ദ മൗണ്ടൻ. ആൻഡ് ദേ പ്രസൻറ്റ് എ പെറ്റീഷൻ ടു ദീക്ഷിത്. അവർ വന്നിട്ട് ഒരു പെറ്റീഷൻ, അവരെഴുതി തയ്യാറാക്കിയ ഒരു പെറ്റീഷൻ ദീക്ഷിതിന് കൈമാറാണ്. സോ ദീക്ഷിത് അത് വായിക്കുന്നതായിട്ടാണ് പിന്നെ കാണിക്കുന്നത്. വാട്ട് ഈസ് ദിസ് നോൺസെൻസ്? അയാൾ വളരെ പുച്ഛഭാവത്തിൽ പറയുന്നതാണ്. എന്താണ്? വാട്ട് ഈസ് ദിസ് നോൺസെൻസ്? ലിസൺ ടു മൗണ്ടൻ, ഹിയർ വി ആർ ഓൾ സെറ്റ് ടു ബിൽഡ് ദ ബിഗ്ഗസ്റ്റ് ഹോട്ടൽ ഇൻ ദ സ്റ്റേറ്റ്. We are going to build a biggest hotel in the state and you people are just saying listen to mountain, one of the best in the country, and you people talk of mountains and rivers, rabbits and birds. അപ്പോൾ അയാൾക്ക് ഇത് കേട്ടിട്ട് ദേഷ്യം വരാണ്. He gets angry and he says, you people, you stupid people are talking about nature, and I'm very seriously involved in building a 5-star hotel which is biggest in the country. ഈ രാജ്യത്തെ തന്നെ ഒരു ബിഗ്ഗസ്റ്റ് ഹോട്ടൽ ഞാനിവിടെ പണിയാൻ പോകുമ്പോൾ നിങ്ങൾ വെറുതെ ഈ നേച്ചറിനെ ബേർഡ്സിനെയൊക്കെ പറ്റി പറഞ്ഞുകൊണ്ടിരിക്കുകയാണോ? പ്ലീസ്, ഇഫ് യു കനോട്ട് അണ്ടർസ്റ്റാൻഡ് ദ നീഡ് ഓഫ് ബിഗ് ബിസിനസ്, ഡോണ്ട് ഇൻ്റർഫിയർ. If you don't know, if you are not interested in this business deals, please don't interfere. And please don't disturb me. Let us go with it. Okay, come on, men on with drilling. Let us get a move on. So move on, അവിടെ move on എന്ന് പറയുന്നത് ഒരു phrasal verb ആയിട്ടാണ് ഉദ്ദേശിച്ചിരിക്കുന്നത്. move on means continue എന്നാണ് അവിടെ പറയുന്നത്. So let us go get on with it. Okay, so we should continue it. നമ്മൾക്കിത് കണ്ടിന്യൂ ചെയ്ത് കൊണ്ടുപോകാം. നമ്മളിത് we must continue with it. So let us get a move on. Keep working. സാഗറാണ് കോൺട്രാക്ടർ, അതുകൊണ്ട് തന്നെ സാഗർ is telling keep moving. You just
ഡു യുവർ വർക്ക്, കീപ് മൂവിങ് എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. സഡൻലി ഹിയർ ഈസ് എ ടെറിഫിക് റംബിൾ ആൻഡ് റോർ. പെട്ടെന്നാണ് അത് സംഭവിച്ചത്. എന്താണ്? ഒരു ബിഗ് സൗണ്ട്. സഡൻലി എ ടെറിബിൾ റംബിൾ ആൻഡ് റോർ. പെട്ടെന്നൊരു ബിഗ് നോയ്സ് കേൾക്കാണ്, മുരൾച്ച കേൾക്കാണ്, റോറിങ് സൗണ്ട് കേൾക്കാണ്. ലൈക്സ് റോക്സ് ഫോളിങ്. എന്താണ് സംഭവിച്ചത്? റോക്സ് ആർ ഫോളിങ്. ആൻഡ് ഇറ്റ് ലാസ്റ്റ് ഫോർ 30 സെക്കൻഡ്സ്. ആ റോറിങ് സൗണ്ട് ഇറ്റ് ജസ്റ്റ് ലാസ്റ്റഡ് ഫോർ 30 സെക്കൻഡ്സ്. ട്രമെൻഡസ് നോയ്സ് ഓഫ് ഹോൺസ്, ബ്ലയറിങ് വോയിസസ്, സ്ക്രീമിങ്, ഷ്രീക്കിങ്. ആകെ അല്ലേ ഒച്ചപ്പാടും അലർച്ചയും ബഹളവും, അലർച്ചകൾ, സ്ക്രീം ചെയ്തുകൊണ്ടിരിക്കുകയാണ് അല്ലേ, നിലവിളികളൊക്കെ കേൾക്കാണ്. ഓഫ് സ്റ്റേജിൽ നിന്ന്, ഓഫ് സ്റ്റേജ് എന്ന് പറഞ്ഞാൽ എന്താ? ബാക്ക്ഗ്രൗണ്ടിൽ നിന്നുള്ള വോയിസ് ആണ്, അവിടെ ഫ്രണ്ടിൽ നിന്നുള്ള വോയിസ് അല്ല അത്. ഓഫ് സ്റ്റേജ് എന്ന് പറയുന്നത് സ്റ്റേജിലുള്ളവരല്ല ആ വോയിസ് ഉണ്ടാക്കുക. അതിന് പകരം ഇൻസ്റ്റെഡ് ഓഫ് ദാറ്റ് ബാക്ക്ഗ്രൗണ്ടിൽ ഒരു റെക്കോർഡഡ് വോയിസ് ആവാം, അല്ലെങ്കിൽ ബാക്ക്ഗ്രൗണ്ടിൽ നിന്ന് മൈക്ക് വഴി പറയുന്നതാവാം. അവർ പറയുന്നതാണ്. എന്താണ് പറയുന്നത്? ലാൻഡ്സ്ലൈഡ്. വാട്ട് ഡു യു മീൻ ബൈ ലാൻഡ്സ്ലൈഡ്? ലാൻഡ്സ്ലൈഡ് എന്ന് പറഞ്ഞാൽ മണ്ണിടിച്ചിൽ അല്ലേ. അപ്പം എന്താണ്? ആ മല ഇടിയാണ്. മലയുടെ മുകളിലായിരുന്നു ഇവർ. ദേ സ്റ്റാർട്ടഡ് ദ walking for the hotel, 5-star hotel, but what happened? They were not ready to listen to the mountain, and they were not ready to listen to the children. They are not ready to take their petition seriously അല്ലേ. Dikshit was not ready to take this petition seriously, and what happened? Yes, the mountain just reacted. Narayan shouts, let us get help. അപ്പോൾ എന്താ സംഭവിച്ചെന്ന് നോക്കിയാൽ, ദീക്ഷിത് ആൻഡ് സാഗർ ലുക്ക് അറൗണ്ട് ഇൻ പാനിക്. അപ്പോൾ അവർ ചുറ്റും നോക്കുകയാണ്, ഇതെന്താ സംഭവിക്കുന്നതെന്നുള്ളത് രീതിയിലാകെ ചുറ്റും നോക്കുകയാണ്. ദേ സ്റ്റാഗർ അബൌട്ട് ദെൻ റൺ ഓഫ് സ്റ്റേജ്. അവർ അവിടെ നിന്ന് ഓടുകയാണ് അല്ലേ. ദേ സ്റ്റാഗർ അബൌട്ട് ആൻഡ് ദേ റൺ. അവർ ഓഫ് സ്റ്റേജിലേക്ക്, സ്റ്റേജിൽ നിന്ന് ഓടി മറയുകയാണ് ചെയ്യുന്നത്. ആൻഡ് നാരായൺ ഷൗട്ട്സ്, ലെറ്റ് us get help, we must help the injured. അപ്പോഴും നാരായണൻ എന്താ ചെയ്യുന്നതെന്ന് നോക്കിയാൽ, അപ്പോൾ അവിടെ ഈവൻ എന്താ ദീക്ഷിതും സാഗറും ഈ ബഹളത്തിൻ്റെ ഇടയിൽ they are not bothering about the laborers, right? They are not bothering about the children, they are not bothering about the laborers. അവർ ആരെ കൊണ്ടുവന്നത്? ദീക്ഷിതും സാഗറും തന്നെയാണ് ഈ ലേബേഴ്സിനെ കൊണ്ടുവന്നത്. പക്ഷെ they are not bothering about those people. They are just thinking about themselves അല്ലേ. and they are leaving the stage. അവർ ആ സിറ്റുവേഷനിൽ നിന്ന് they are trying to escape from that situation without bothering about others. They are such selfish kind of people, right? And what happens? They injured, but Narayan as a school headmaster, as a good human, he starts helping those who are injured. അപ്പോൾ അവരെ സഹായിക്കുകയാണ്. നാരായൺ ഷൗട്ട്സ്, ലെറ്റ് us help, we must help the injured. അപ്പോൾ അവർ ലേബേഴ്സ് ആണെങ്കിലും ആരാണെങ്കിലും നമ്മൾക്ക് ആർക്കാണോ അപകടം പറ്റിയത് നമ്മൾ അവരെ സഹായിക്കണം. ഹറി എന്ന് പറഞ്ഞ് നാരായൺ ആളുകളെ ഗ്യാദർ ചെയ്ത് അവരെ സഹായിക്കുകയാണ്. ആർക്കൊക്കെയാണോ ഇഞ്ചേർഡ് ആയത് അവരെ സഹായിക്കുകയാണ്. ദ ഇഞ്ചേർഡ് ആർ ക്യാരിഡ് അവേ ഓൺ ദ മേക്ക് ഷിഫ്റ്റ് സ്ട്രെച്ചേഴ്സ് ബൈ ചിൽഡ്രൻ. കുട്ടികളും കൂടി സഹായിക്കുകയാണ്. മേക്ക് ഷിഫ്റ്റ് എന്ന് പറയുന്നത് നമ്മൾ ഹോസ്പിറ്റലിലൊക്കെ കണ്ടിട്ടുണ്ടാവും. സ്ട്രെച്ചേഴ്സ് കണ്ടിട്ടില്ലേ? ക്യാരി ചെയ്ത് കൊണ്ടുപോകുന്ന ആളുകളെ കിടത്തിയിട്ട് കൊണ്ടുപോവുകയൊക്കെ ചെയ്യുന്ന ഇതാണ് മേക്ക് ഷിഫ്റ്റ് സ്ട്രെച്ചേഴ്സ് എന്ന് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ അവർക്ക് കിട്ടിയ രീതിയിലുള്ള മേക്ക് ഷിഫ്റ്റ് സ്ട്രെച്ചസ് ഉപയോഗിച്ച് കുട്ടികൾ അവിടെ പരിക്കേറ്റവരെ അവിടെ നിന്ന് മാറ്റുകയാണ്. ആൻഡ് സം ഹോബിൾ ആൻഡ് ലിംപ്. അപ്പോൾ സം ഹോബിൾ എന്ന് പറഞ്ഞാൽ എന്താണ്? നമ്മൾ ഗ്രാൻഡ്മയുടെ കാര്യത്തിൽ പറഞ്ഞാണ്. ഹോബിൾ മുടന്തുക അല്ലേ. ലിംപ് എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താ? ചിലവരുടെയൊക്കെ നീരായി, അങ്ങനെ പലതരത്തിലായി. ചിലവർ മുടന്തി, ചിലവർ കൈയൊക്കെ ഇതായി, പല രീതിയിലാണ് പോകുന്നത്. സ്ലോലി ദ കമോഷൻ ഡൈസ് ആൻഡ് നോയ്സ് ഫെയ്ഡ്സ്. പിന്നെന്താണ്? അവിടെയുള്ള സംഭവ വികാസങ്ങൾ പതുക്കെ ശാന്തമായി. നോയ്സ് പതുക്കെ, ആ ശബ്ദം പതുക്കെ സ്ലോ ഡൗൺ, താന്ന് വന്നു. ഗ്രാൻഡ് മദർ, അവസാനം നമ്മൾ കാണുന്നത് ഗ്രാൻഡ് മദറിനെയാണ്. ഇൻ എ വെരി സാഡ് ആൻഡ് സ്ലോ വോയിസ് to the audience. Finally, the mountain spoke loud enough for everyone to hear. അവസാനം എന്ത് സംഭവിച്ചു? ആരും മൗണ്ടനെ ലിസൺ ചെയ്യാതെ ആയപ്പോൾ the mountain start responding. The mountain
speak enough to speak in a loud, such a loud voice to hear. എല്ലാവർക്കും കേൾക്കാൻ പാകത്തിന് മൗണ്ടൻ റെസ്പോണ്ട് ചെയ്തു. For everyone to hear. For our village, it was a tragedy. എന്തായാലും ഞങ്ങളുടെ വില്ലേജിനെ സംബന്ധിച്ച് അതൊരു ട്രാജഡി ആയിരുന്നു. കാരണം അതൊന്ന് മാർക്ക് ചെയ്യുക, എന്തൊക്കെയാണ് അതിൻ്റെ ആഫ്റ്റർ ഇഫക്ട്സ്. 10 houses buried beneath the landslide. 10 വീടുകൾ ലാൻഡ് സ്ലൈഡിൽ അടിയിലായിപ്പോയി, മണ്ണിനടിയിലായിപ്പോയി. 11 people killed including 2 children. അന്നേരം പൊസിഷന് പോയിരുന്ന 2 കുട്ടികളും മുതിർന്ന 11 പേരും ആ പൊസിഷൻ്റെ ഇടയിൽ ആ ലാൻഡ് സ്ലൈഡിൻ്റെ ഇടയിൽ പെട്ടു. ആൻഡ് അവർ അത്രയും പേര് മരിച്ചു. 11 മുതിർന്നവരും 11 പേരാണ് മരിച്ചത്. അതിൽ 2 പേര് കുട്ടികളായിരുന്നു. ആകെ 11 പേരാണ് മരിച്ചത്, അതിൽ 2 പേര് കുട്ടികളായിരുന്നു. ആൻഡ് ഷീ ഈസ് ക്രൈങ്. So she wipes her eyes. I knew it all along. Nature always speak if we care to listen. ഇപ്പം എന്താ ഗ്രാൻഡ് മദർ പറയുന്നത്? ഇപ്പോൾ ഇത്രയും ശബ്ദമുയർത്തി നേച്ചർ സംസാരിച്ചപ്പോഴാണ് നമ്മൾ കേട്ടുള്ളൂ. നേച്ചർ യൂഷ്വലി സ്പീക്സ്, ബട്ട് വി ആർ നോട്ട് റെഡി ടു ലിസൺ. നമ്മളെപ്പോഴും നേച്ചർ എപ്പോഴും പ്രതികരിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്, അല്ലെങ്കിൽ നേച്ചർ എപ്പോഴും സംസാരിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. ബട്ട് the usual thing is we usually not care about nature, we usually not listen to nature. But now nature made a voice loud enough to hear. അപ്പോൾ എന്താ സംഭവിച്ചത്? നല്ല ഉച്ചത്തിലൊരു റെസ്പോൺസ്, നല്ല ഉച്ചത്തിലൊരു ശബ്ദം നേച്ചർ ഉണ്ടാക്കിയപ്പോഴാണ് മാത്രമാണ് നമ്മൾ നേച്ചറിനെ ശ്രദ്ധിച്ചത്. നേച്ചറിൻ്റെ സുന്ദരമായ ചെറിയ ശബ്ദങ്ങൾ ധാരാളമുണ്ട്, അതൊന്നും നമ്മൾ ശ്രദ്ധിക്കാറേ ഇല്ല. ശ്രദ്ധിക്കുമ്പോൾ അതാണ് ശ്രദ്ധിച്ചിരുന്നെങ്കിൽ ഇത്രയും വലിയൊരു ബഹളം, അല്ലെങ്കിൽ ആ സുന്ദര ശബ്ദങ്ങളെ ശ്രദ്ധിച്ച് നേച്ചറിനെ പ്രിസർവ് ചെയ്യാൻ നമ്മൾ തയ്യാറായിരുന്നെങ്കിൽ നേച്ചർ മേ നോട്ട് ബി റിയാക്ട് ലൈക്ക് ദിസ്, അല്ലേ? ഇതുപോലെ നേച്ചർ റിയാക്ട് ചെയ്യില്ലായിരുന്നു. അപ്പോൾ if we are ready to listen to nature in a proper way, and if we are ready to preserve the nature for the future generation, then nature will protect us, nature will preserve, അല്ലേ? നേച്ചർ വിൽ ബി പ്രിസർവ്ഡ്. നേച്ചർ പ്രൊട്ടക്റ്റ് ചെയ്യപ്പെടും. ഫ്യൂച്ചർ ജനറേഷന് വേണ്ടി നേച്ചർ വീണ്ടും അതേപോലെ തന്നെ കീപ്പ് ചെയ്ത് കൊണ്ടുപോകും, അതുപോലെ തന്നെ തുടർന്ന് കൊണ്ടുപോകും. ബട്ട് ഇഫ് യു ആർ നോട്ട് റെഡി ടു ലിസൺ, quite naturally nature will respond. If you are not ready to listen to the nature in a proper way, നമ്മൾ കറക്റ്റായിട്ട് ലിസൺ ചെയ്തില്ല എങ്കിൽ നമ്മൾ നേച്ചറിൻ്റെ റെസ്പോൺസസ് കാണേണ്ടി വരും. നമ്മൾ തന്നെ അനുഭവിച്ചതാണ്. ഫ്ലഡായിട്ട് അനുഭവിച്ചു, അതുപോലെ തന്നെ പിന്നീട് അതിന് ശേഷമുള്ള ഡ്രോട്ട്, അല്ലേ, വരൾച്ച അനുഭവിച്ചു, കിണറുകൾ വറ്റി, അല്ലേ? അതുപോലെ നമ്മൾ പല പല പ്രകൃതി ദുരന്തങ്ങൾ നമ്മൾ കണ്ടു. ഇനി നമ്മളോട് പറഞ്ഞിരിക്കുന്നതാണ്, ഇനി അടുത്ത ലെസൺ അതിനെക്കുറിച്ച് വളരെ തീക്ഷ്ണമായിട്ട് പറയുന്ന കാര്യങ്ങളാണ്. നമ്മൾ വളരെ സീരിയസ് ആയിട്ട് എടുക്കേണ്ട ഇഷ്യൂ ആണ് ഇതിൽ ഡിസ്കസ് ചെയ്തിരിക്കുന്നതെന്ന് നമ്മളെ വളരെ സീരിയസ് ആയിട്ട് റിമൈൻഡ് ചെയ്യിക്കുന്നതാണ് ഈ ഒരു ലെസണും ഇനി വരുന്ന ലെസൺസും. അപ്പോൾ നിങ്ങൾ ഓർത്തിരിക്കുക, we must be very careful about nature, and we must protect our nature. Then only നമുക്ക് തിരിച്ച് നേച്ചറിനെ നമ്മൾ സംരക്ഷിക്കുകയാണെങ്കിൽ നേച്ചർ നമ്മളെ സംരക്ഷിക്കും. നേച്ചർ പ്രശ്നങ്ങളൊന്നും ഉണ്ടാക്കില്ല. നമ്മൾ നേച്ചറിനെ പ്രൊട്ടക്റ്റ് ചെയ്താൽ മാത്രമാണ് നമുക്കുള്ള റിസോഴ്സസ് നേച്ചറിന് തരാൻ പറ്റുള്ളൂ, അതവിടെ ഉണ്ടാവുള്ളൂ. ഓക്കേ.